ഹായ്, നമ്മൾ യൂട്യൂബ് എസ്ഇഒന്റെ പാർട്ട് രണ്ടാമത്തെ വീഡിയോയിലുള്ളത്. അതായത് ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് യൂട്യൂബ്, അത് എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങേണ്ടത്, അതിൻ്റെ സെറ്റിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ഇത് യൂട്യൂബിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സും അതേപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഏത് രീതിയിൽ സെറ്റപ്പ് ചെയ്ത് തരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളിതിൽ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ടാഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഏതെങ്കിലും ഒരു നീഷ് മാത്രമായിരിക്കുമല്ലോ ഇപ്പോൾ ഒരു ചാനലിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇതുമായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ചാനൽ അവിടെ വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കിയോ. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് ഇവിടെ തന്നെ ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ടാവും ചാനൽ ക്രിയേഷൻ എന്നുള്ളത്. അങ്ങനെ ക്രിയേറ്റ് എന്ത് ചെയ്യുക, ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓക്കെ, അത് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങളിത് ഒരു ഫോണിലാണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി, യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാനൽ ക്രിയേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ നോക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, യൂട്യൂബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാനായി പറ്റും. ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചാനലുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നമ്മളെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കണ്ടന്റും കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ വഴിയാണ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. നമ്മളെല്ലാ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്, ഈ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു പഴയ ഒരു ചാനലാണ്. അതായത് ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ കണ്ടന്റ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്തൊരു ചാനലാണ്. ഓക്കെ, പക്ഷെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 25 സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണുന്നത് നമുക്ക് അറിയുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു കണ്ടന്റ് നിങ്ങൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുക ഉണ്ടാവുക. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു വ്യൂസ് വരണമെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ SEO ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് ഈ വീഡിയോയിലായിട്ട് നോക്കാനായിട്ട് പോവാം. ഓക്കെ, അതായത് ഏറ്റവും ബേസിക് ലെവൽ മുതൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, അത് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ് വീഡിയോസ് അടുത്ത് വരുന്നുണ്ട്. ആ വീഡിയോസിൽ നമുക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ എന്തായാലും കാണാം. ഇതിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ ഡാഷ്ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടന്റ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നമ്മളെ കണ്ടന്റ് കാര്യങ്ങൾ, അതിന് എത്ര വ്യൂസ് കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് വ്യൂസ് ഇവിടെ ജസ്റ്റ് 15 വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റായ ഒരു ഡാറ്റയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് കണ്ടന്റ്. ഓക്കെ, ഇവിടെ കണ്ടന്റ് ഇടുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് എന്നുള്ളിടത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷോർട്സ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ലൈവ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പോസ്റ്റ്, അതായത് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്ലേലിസ്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു പാർട്ട് 1 പാർട്ട് 2 സീരീസ് നിങ്ങൾ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബ്രോഡ്കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ടൈം ഉണ്ടാവും ഒരു ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇരുന്ന് സംസാരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വരും വീഡിയോസിൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇവിടെ നമുക്കറിയാം പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ആഡ്സ് ഈ യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ യൂട്യൂബ് പ്രൊമോഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വരും വീഡിയോസിൽ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന സമയത്ത് അനലിറ്റിക്സിൽ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് ഒന്ന് വരുന്നതിൽ ഓവർവ്യൂ ആണ്, രണ്ടാമത് വരുന്നത് കണ്ടന്റ്, അതായത് കണ്ടന്റിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ, പിന്നെ വരുന്നത് ഓഡിയൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇൻസ്പിറേഷൻ.
ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ അടിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടിച്ച് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, ഇത് യൂട്യൂബ് തന്നെ തരും. അതായത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിമിലർ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് എന്ത് ചെയ്യും നമുക്ക് യൂട്യൂബ് തരും. അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും നമുക്ക് താഴെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ടോപ്പ് സെർച്ചസ് ഫോർ ദിസ് ടോപ്പിക്, അതായത് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റ് എന്ത് ചെയ്യും അല്ലെങ്കിൽ കീവേഡ് എന്ത് ചെയ്യും സെർച്ച് ക്വറീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ്, അത് ഹൈ വോളിയം ആണ്. അതേപോലെ തന്നെ പിന്നെ വരുന്ന കുറച്ച് ലോ വോളിയോയിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ മീഡിയം വോളിയോയിൽ വരുന്നുണ്ട്. ഇവിടെ കണ്ടോ ഷോ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുടെ സെർച്ച് ക്വറീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ നമുക്കിവിടെ ലോ വോളിയോ ഉള്ളത് കാണാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ മീഡിയം വോളിയോയിൽ വരുന്നത് കാണിക്കും, പിന്നെ അതേപോലെ തന്നെ ഹൈ വോളിയോയിൽ വരുന്നത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന SEO ടൂൾസ്, ആ ഒരു ടൂളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കാണുന്നത് നമ്മളെ കമൻസ്, പിന്നെ നമുക്കിവിടെ സബ് ടൈറ്റിൽസ്, അതേപോലെ ഈ കോപ്പി റൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഏഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഏഡ് എന്നുള്ള ഓപ്ഷനാണ് എന്ത് നമ്മളെ ക്രൈറ്റീരിയ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വഴിയുള്ള ഒരു റവന്യൂ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതിന് മുന്നായിട്ടുള്ളതാണ് ഈ കാണുന്ന 500 സബ്സ്ക്രൈബേഴ്സും 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും, പിന്നെ അതേപോലെ തന്നെ 3000 വാച്ച് അവർ അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ 3000 വാച്ച് അവറോ അല്ലെങ്കിൽ ഈ 3 മില്യൺ ഷോർട്സിനുള്ള വ്യൂസോ ഇല്ല ഏതെങ്കിലും ഒന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ആയാൽ മതി. അപ്പോൾ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നേരെ താഴത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും 10 മില്യൺ വ്യൂസും. ഇത് 90 ദിവസം കൊണ്ട് വേണം ഈ 10 മില്യൺ വ്യൂസ് കിട്ടാനായിട്ട്. വാച്ച് അവർ ആണെന്നുണ്ടെങ്കിൽ 365 ദിവസം കൊണ്ട് ആയാലും ഓക്കെയാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് 1000. ഇത് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുക നമുക്ക് കണ്ടോ വാച്ച് പേജ് ആഡ്സ്, അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് വഴി വരുന്ന റവന്യൂ നമുക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ തന്നെ യൂട്യൂബിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഇവിടെ കാണാം കസ്റ്റമൈസേഷൻ. ഈ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് എന്താണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ നമുക്ക് ചാനലിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളെ ചാനലിന് ഒരു കവർ പേജ് നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഈ പറയുന്ന ഈ പിക്സൽ സൈസിൽ ഒരു 6 MB വരെ വരുന്ന ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് അത് കവറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇവിടെ നമ്മുടെ ലോഗോ ആണ്, അതായത് നിങ്ങളെ ചാനലിന് ഒരു ലോഗോ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ സെൽഫ് ബ്രാൻഡിങ് ആണ്, നിങ്ങളെ തന്നെ ഫോട്ടോ ഉണ്ടാവും. അത് എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ DP ഒക്കെ അല്ലേ, സെയിം അതേപോലെ തന്നെ ഇവിടെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചാനലിൻ്റെ യൂസർ ID, അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് നമുക്കൊരു യൂസർ ID ഉണ്ടാവും, അതേപോലെ ഒരു യൂസർ ID. അപ്പം അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ചില യൂസർ ID എന്തായില്ല ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഒരു നമ്പർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നമ്മുടെ ചാനൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൊടുക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടാവും, ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടാവും, ഒരു നീഷ് ഉണ്ടാവും. ആ നീഷുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അതിൽ ഇപ്പോൾ കോൾ ടു ആക്ഷൻ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ആഡ് ചെയ്തിരിക്കണം. അതായത് ഈ വീഡിയോ ഈ ചാനലിൽ കാണുന്നവർ എന്ത് ചെയ്യണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഇതുവഴി ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു എന്നൊരു ഫീൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിക്കുള്ള ഒരു എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ കൊടുക്കുന്നില്ല, നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ലാംഗ്വേജ് അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ
എന്താണ് ചാനലിൽ ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ള ഫ്രണ്ട്സിന് അതേപോലെ തന്നെ ഫാമിലീസിന് ഇനിയിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ ഈ രീതിക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ കണ്ടോ ആഡ് ലിങ്ക്സ്. ഈ ആഡ് ലിങ്ക്സ് എന്നുള്ളടത്ത് ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ലിങ്ക്ഡിൻ ഉണ്ടാവും. അപ്പോൾ അതേപോലെ സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്ക് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് എന്താ നിങ്ങളെ സോഷ്യൽ മീഡിയ പേജസിലേക്കും പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി ഒരുപാട് ട്രാഫിക് ഇതിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ ഇവിടെ താഴത്തുണ്ടല്ലേ വീഡിയോ വാട്ടർമാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ വീഡിയോ വാട്ടർമാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ലോഗോ ഉണ്ടാവും. ആ ഒരു ലോഗോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഇവിടെ കണ്ടോ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യും, നിങ്ങളെ ലോഗോ കാണിക്കും. അപ്പോൾ നിങ്ങൾ സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ ലോഗോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിവിടെ കാണിക്കുന്നതായിരിക്കും. ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ലോഗോ എന്ത് ചെയ്യും, വീഡിയോ ഫുള്ളായിട്ടും കാണിക്കുക. അതല്ല ഇനിയിപ്പോൾ വീഡിയോ കഴിയാൻ നേരത്ത് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ടൈമിലും കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ വരുന്നത്. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ താഴത്തായിട്ട് കാണാൻ പറ്റും ഓഡിയോ ലൈബ്രറി എന്നുള്ളത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അതായത് ചില പാട്ടുകൾ എടുത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില സൗണ്ട് എഫക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ യൂട്യൂബ് തന്നെ തരുന്നതാണ് ഈ കാണുന്ന ഈ ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മ്യൂസിക്കുകൾ കാര്യങ്ങൾ ഏത് രീതിക്കുള്ളതാണ് വേണ്ടത് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് സൗണ്ട് എഫക്റ്റ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി അത് ട്രാക്ക് ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഡ്യൂറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ഇതിലുള്ളത്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ കുറച്ചും കൂടെ ആളുകളുടെ ഇടയിൽ അവർ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിച്ച ആ ഒരു ഗുണം ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ എന്താണ് മെയിൻ സെറ്റിംഗ് ആണിത്. ഈ മെയിൻ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബിഗിനറായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉള്ളിൽ സെറ്റിങ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ SEO ടൂളും ഇതൊക്കെ എങ്ങനെയാണ് ഏത് രീതിക്കാണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയുള്ള SEO ടൂൾസ് ഏതാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും വരും വീഡിയോസിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ അറിയിക്കുക. ഓക്കെ, അത് കമൻറ്റിൽ നമ്മൾ അറിയിച്ചാൽ മതി. പിന്നെ അതേപോലെ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കീപ്പ് വാച്ചിങ്.